നമസ്കാരം. ഒരു കഥ പറഞ്ഞോട് തുടങ്ങാം. ഈ കഥ എന്നോട് പറഞ്ഞത് തിരുവല്ലായ്ക്കടുത്ത് ആഞ്ഞിലിത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് 100 വയസ്സ് പ്രായമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സി ശമൂലൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജോർജ് സാം, അദ്ദേഹമാണ് ഈ കഥ പറഞ്ഞത്. അദ്ദേഹം രാജസ്ഥാനിലായിരുന്ന സമയത്ത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായ ഒരു ദളിതനായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. ആ മനുഷ്യൻ നടന്ന് അടുത്ത് വന്നു. അടുത്തെത്തിയ ഉടനെ അയാളുടെ മുഖം നോക്കി ഒരൊറ്റ അടി അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കുത്തിയിരിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കും, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മറ്റു വ്യാപാരങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവിടെ കുത്തിയിരുന്നു. അപ്പോൾ ഈ ജോർജ് സാം ചേട്ടൻ ഈ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം നോക്കിയപ്പം ആ തറയിലിരിക്കുന്ന ദളിതൻ ഇങ്ങനെ പുഞ്ചിരിക്കുന്നു. അവനെ നോക്കി ഈ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുന്നു. ഇത് ആ പ്രദേശത്തൊരു പ്രശ്നമേ അല്ല. അടി കൊണ്ടവനും പരാതിയില്ല, കൊടുത്തവനും പരാതിയില്ല, രണ്ടുപേർക്കും സന്തോഷം. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രത്യേകത. ഇത് ഒരു 10-30 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ ജാതിയില്ല എന്ന് വ്യക്തമായില്ലേ? ഇപ്പോൾ പലരും കേരളത്തിൽ പറഞ്ഞു നടക്കുന്നത് ഇവിടെ ജാതിയൊന്നുമില്ല. ഈയിടെ വേടൻ എന്ന് പറയുന്ന ഒരുത്തൻ കുത്തിപ്പൊക്കുന്ന ജാതി സമ്പ്രദായം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്. അത് സമ്മതിക്കാം. അപ്പോൾ പാലക്കാട് ശവക്കോട്ടയ്ക്കെതിരെ നടുക്കൂടെ മതിൽ കെട്ടിത്തിരിച്ചത് അതിന് ജാതിയൊന്നുമില്ല. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഓരോരുത്തർ സ്കൂളുകളിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേറെ അടുപ്പ് വേണം, വേറെ പാചകം വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വേളുണ്ടാക്കി. അവിടെയും ജാതിയില്ല. അപ്പോൾ നമുക്കിവിടെ ജാതി ഇല്ലാത്ത ഒരു നാടാണ് എന്ന് നമുക്കങ്ങ് അനുമാനിക്കാം. കഴിഞ്ഞ ദിവസം ഒരു മഹിളാരത്നം ഒരു വീഡിയോ ഇറക്കിയിരുന്നു. വേടൻ അതിര് കവിയുന്നു, അതിര് വിടുന്നു. അപ്പോൾ അതിര് വിടാതിരുന്നാൽ ഇവിടെ ജാതി ഉണ്ടാകത്തില്ല, അതിര് വിട്ട് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ 100 വർഷം മുമ്പ് ഇങ്ങനെ ജാതി ഒക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അതിൻ്റെ ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം കന്നുകാലികളെപ്പോലെയായിരുന്നു. അവരുടെ അനന്തര തലമുറകൾ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും അവരുടെ ഉള്ളിൽ ആ പഴയകാല പേടികളും വിഭ്രാന്തികളും ഒക്കെ ഉണ്ട്. അതാണ് വേടൻ്റെ പാട്ടിൽ കൂടെ പുറത്തു വരുന്നത്. വേടൻ കാരണം ചരിത്രം ഇങ്ങനെ വിസ്മൃതിയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്ന അയ്യങ്കാളി ഈയിടെയായിട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി, ആദരിക്കപ്പെടാൻ തുടങ്ങി. ഈ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുസ്വാമിയും കേരളത്തിലെ പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും അതിലും ഉപരിയായി ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരുമാണ് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതിയത് എന്നാണ് എൻ്റെ എളിയ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരുപാട് മഹാന്മാരെയൊക്കെ ആദരിക്കുന്ന ഒരു ലോകമാണല്ലോ, ഒരു നാടാണല്ലോ നമ്മളുടേത്. ഇവിടെ അമൃതാനന്ദമയുടെ പേരിൽ ഒരു ട്രെയിൻ ഓടുന്നുണ്ട്. പിന്നെ ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരശുറാമിൻ്റെ പേരിൽ ട്രെയിൻ ഓടുന്നുണ്ട്. കർണാടകയിൽ വന്നാൽ റാണി ചെന്നമ്മ എന്നൊരു ട്രെയിൻ ഓടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായ സ്ഥിതിക്ക് എന്തുകൊണ്ട് ശ്രീ അയ്യങ്കാളിയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിക്കൂടാ എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം എന്തുകൊണ്ടും ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. കേരളത്തിൽ നിറഞ്ഞു നിന്ന, ദുർഗന്ധം വമിക്കുന്ന
ഓക്കാനം ഉണ്ടാക്കുന്ന ആ വിവേചന സമ്പ്രദായം എടുത്തു മാറ്റാൻ തൻ്റെ ജീവിതം തന്നെ പണയപ്പെടുത്തി പ്രയത്നിച്ച വ്യക്തിയാണ്. ആ സമ്പ്രദായം മാറിയതുകൊണ്ടാണ് ഇന്ന് കേരളം ലോകം അറിയപ്പെടുന്ന, ലോകം മാനിക്കുന്ന ഒരു കൊച്ചു നാടായിട്ട് മാറിയത്. ഇന്നത്തെ കേരളം ഏകദേശം യൂറോപ്പിന് തുല്യമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഈ ഒരു നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുന്നതിൽ ശ്രീ അയ്യങ്കാളിക്ക് ഒരു പങ്കുണ്ട്, ശ്രേഷ്ഠമായൊരു പങ്കുണ്ട്. ശ്രീനാരായണ ഗുരു സ്വാമിക്ക് പങ്കുണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്. അതിന് ഈ ജാതി വൃത്തിഹീനത ഇല്ലാതാക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചത് ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പോൾ ഈ വ്യക്തികൾ, ഈ പ്രസ്ഥാനങ്ങൾ ഒക്കെ ആദരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, മാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എത്രയും വേഗം ഈ കേരളക്കരയിൽ ശ്രീ മഹാവീർ അയ്യങ്കാളിയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകും എന്ന് ഞാൻ സ്വപ്നം കാണുന്നു. അത് യാഥാർത്ഥ്യമായി തീരട്ടെ. അതിനുവേണ്ടി ഇവിടുത്തെ കേരള ഗവൺമെൻറ് ഉത്സാഹിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.